സമയത്തൊക്കെ ഒബ്വിയസ്ലി ചേട്ടൻ ഒരു ലുക്ഡ് അപ് ടു ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം ചാക്കോച്ചൻ. അപ്പൊ ഇപ്പോഴത്തെ ചാക്കോച്ചന്റെ പെർഫോമൻസ്, ചാക്കോച്ചന്റെ ആ ഒരു ഇവോൾവ്, ആ ഒരു ഇതിനെ പറ്റിയൊക്കെ ചേട്ടൻ എങ്ങനെയാ? ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് മാറി ആസ് എൻ ആക്ടർ, ഗംഭീരമായിട്ട് മാറി. കാരണം ഞാനിപ്പോൾ ഇന്നലെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടത്. ഞെട്ടിയ പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളി. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷൻ മാറി, പുള്ളിയുടെ വോയിസിന്റെ ഡെപ്ത് മാറി, ഭയങ്കരമായിട്ട് പുള്ളി ആസ് എൻ ആക്ടർ ലുക്സ് മാറി. ചാക്കോച്ചൻ ഭയങ്കര നമുക്കൊരു മോട്ടിവേഷൻ ആകുന്നുണ്ട് എങ്ങനെ നമുക്ക് ഇവോൾവ് ആവാന്ന്. കാരണം പുള്ളിയുടെ ആ ഭംഗി പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ഒരു ഗംഭീര ആക്ടറെ മാറി. ഇപ്പൊ ചാക്കോച്ചൻ ആരും ചോക്ലേറ്റ് ഒന്നും വിളിക്കില്ല. ആസ് എൻ ആക്ടർ യെസ് പ്രൂവ്. എനിക്കൊന്നും ഒരു ഫഹദിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ പുള്ളി എത്തിക്കൊണ്ടിരിക്കുന്നത് ആസ് എൻ ആക്ടർ. ഈ ഓഫീസറൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് വാസ് റിയലി അൺബിലീവബിൾ ആണ്. കാരണം പല ഇമോഷൻസ് പുള്ളി വളരെ സട്ടിലി ആ മീറ്റർ പിടിച്ച് അഭിനയിച്ചതൊക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ബിക്കമിങ് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നാത്താം കേസോട് അതൊരു വളരെ ഡീഗ്ലാം റോളിൽ വളരെ നന്നായിട്ട് അഭിനയിച്ച ഒരു ആക്ടറാണ് ചാക്കോച്ചൻ. ഓക്കെ. അപ്പം ലൈക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു മൂവി നമ്മുടെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഇത് ഒരുപാട് പ്രേക്ഷകർ ഇനിയും കാണാനുണ്ടാവുമായിരിക്കും. അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ നന്മയുള്ള ഒരു ഫാമിലി സ്റ്റോറിയാണ്. അതായത് ഒരുപാട് സാക്രിഫൈസുകളുടെയും സ്നേഹത്തിന്റെയും ബന്ധങ്ങളെ കഥ പറഞ്ഞ സിനിമയാണ്. നല്ല ഇമോഷൻസ് പറഞ്ഞു പോകുന്നത്, ഭയങ്കര ലൗഡ് ബഹളമൊന്നുമല്ല, പക്ഷേ ഇമോഷൻസ് പിടിച്ചിരുന്ന സിനിമയാണ്. എല്ലാവരുടെയും ഇപ്പോൾ പോത്തേട്ടൻ്റെ ആണെങ്കിലും ഷാജുവിനാണെങ്കിലും കുട്ടേട്ടനെങ്കിലും ഗംഭീര പെർഫോമൻസ് ആണ്. നമുക്കൊരു നല്ല സിനിമ തിയേറ്ററിൽ പോയിരുന്ന് ഹാപ്പിയെ കണ്ടിരുന്ന സിനിമയാണ്. അത് ഭയങ്കര വലിയ സസ്പെൻസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ കൂടുതലും നമ്മളൊരു റിയലിസ്റ്റിക് സിനിമയാണ് ആക്ച്വലി. ഒരുപാട് സാക്രിഫൈസുകളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു നല്ല സിനിമയായിരിക്കും. എനിക്ക് റിവ്യൂസ് വരുന്ന ഒക്കെ അങ്ങനെ തന്നെ, ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല. നമുക്ക് ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കുന്ന സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. സർ പറയൂ. ഫിലിം ഇറ്റ്സ് എ ഫിലിം ഓഫ് റിഡംഷൻ. അത് അവസാനം ഹിന്ദു പറഞ്ഞ പോലെ സാക്രിഫൈസ് റിഡംഷൻ ആണ് അതിൻ്റെ മെയിൻ തീം. ആ ഫാമിലി ബോണ്ട് ഇതിലൊരു റിവ്യൂർ പറഞ്ഞതുപോലെ ഇതിൽ വില്ലൻ ആരാണ്? വില്ലൻ സമ്പത്താണ്. അതായത് വെൽത്ത് അല്ലെങ്കിൽ പണത്തോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം, അല്ലെങ്കിൽ അത് അതിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ റൂട്ട്സ്, നമ്മുടെ വാല്യൂസിനെ മറക്കാൻ പറ്റുമോ? ഈ പടത്തിൽ അതിന്റെ ആൻസർ ഇല്ല. പിന്നെ റിലേഷൻഷിപ്പിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവിയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ലോ പേസിലാണ് സ്റ്റോറി പോകുന്നതെങ്കിലും, പക്ഷെ നമുക്കാണെങ്കിൽ ഇനി എന്താവും നമുക്ക് ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഒരു റിവ്യൂ ആണ് പുള്ളി വേണ്ടായിരുന്നു തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടെന്ന്. അത് അങ്ങനെയാണ്, നമുക്കിത് സംഭവിക്കണേ നമുക്ക് ഫീൽ ചെയ്യും പ്രേക്ഷകന്. കാരണം അത് അത്രയും രസമായി പോകുന്ന ഒരു ഫാമിലി താളം തെറ്റുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ്, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ രസമായില്ലായിരുന്നോ എന്ന് തോന്നുന്നൊരു സംഭവമാണ്. അപ്പൊ അത് എനിക്കൊന്നും ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. ഹേമന്തേട്ടന്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു മൂവി. അപ്പൊ ഇത് കണ്ടിട്ട് ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞതാണ് ഒരുപാട് മാറി, ഒരുപാട് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ മാറി കുറെ പറഞ്ഞെടുത്ത്. അതൊക്കെ വളരെ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു ക്യാരക്ടറെ മാറുന്ന കുറെ കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ ആക്ച്വലി എന്റെ കുറച്ചൊരു ഭയങ്കര മോഡേണൈസ് ലുക്കിൽ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ ഭയങ്കര ഒരു നാടൻ ക്യാരക്ടറാണ്. അപ്പൊ സാറ് എന്റെ ഫോട്ടോസ് ഇപ്പൊ കണ്ടെന്ന് പറഞ്ഞു കാണുമ്പോഴൊക്കെ ഒരു സ്റ്റൈലിഷ് ഫോട്ടോസ് കൂടുതൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇതിൽ ഭയങ്കര നാടനായിട്ട് ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ആളാണ്, മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൺവിൻസിംഗ് ആയിരുന്നു പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടും എനിക്ക് ഫുൾ ഓഫ് വരുന്നത് കാണുന്നതൊക്കെ ഹാപ്പിനെസ് ആണ്. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ്, ഇപ്പൊ ഇതൊരു തുടക്കമാണെന്ന് പറഞ്ഞു, ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? എനിക്ക് മലയാളത്തിൽ 2 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. എറിക് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുന്നുണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. ത്രൂ ലണ്ടനിൽ ഷൂട്ട് ചെയ്താണ്. അത് ആക്ടർ ശങ്കറാണ് ഡയറക്ട് ചെയ്യുന്നത്. പുതിയ ആക്ടേഴ്സ് പുതിയ കമ്പയർ ന്യൂ കമേഴ്സ് ആണ്. പക്ഷെ അത് ഒരു വേറെ ടൈപ്പ് മൂവിയാണ്. അത് ഒരു ചെറിയൊരു റിവെഞ്ച് ഡ്രാമയാണ്. പക്ഷെ അതിൽ എനിക്ക് നല്ല ക്യാരക്ടറാണ്, ഒരുപാട് ഇമോഷൻസ് ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് വന്ന ക്യാരക്ടറാണ്. നല്ല രീതിയിൽ വന്ന ഔട്ട്പുട്ട് വന്ന സിനിമയാണ്. റിവ്യൂ കണ്ടറൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇറങ്ങാനുണ്ട്. അത് പ്രോബ്ലി ഒരു 2 months ഇറങ്ങും. ഈ ഒരു ഇമ്രാന്റെ ഒക്കെ ഒരു ഫസ്റ്റ് കഴിഞ്ഞിട്ട് മെയ് മേയ്ക്ക് ഇറങ്ങുമായിരിക്കും. പിന്നെ അങ്ങനെ വേറെ മൂവി ഇറങ്ങാനുണ്ട്. പിന്നെ തമിഴിൽ 2 മൂവീസ് ഷൂട്ട് ചെയ്യാൻ നിൽപ്പുണ്ട്. ഞാൻ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള 2 നല്ല മൂവീസ്. അതും അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. തമിഴിൽ ഒരു എല്ലാ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അപ്പുറത്തുണ്ട്. ക്യാൻ എന്ന സിനിമയുടെ പേര്.